നേര്യമംഗലം പാലം. ഈ പാലം കടന്നാൽ നമ്മളെല്ലാവരും എറണാകുളം ജില്ലയോട് യാത്ര പറഞ്ഞ് ഇടുക്കിയിലേക്ക് കയറുകയായി. ചീയപ്പാറ, വാളറ വെള്ളച്ചാട്ടങ്ങൾ കണ്ട് അടിമാലി പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ എന്ന വിസ്മയ ലോകത്തിൻ്റെ കവാടത്തിലേക്കും എത്തുകയായി. മൂന്ന് ആറുകളായ മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നിവയുടെ സംഗമ സ്ഥാനമായ മൂന്നാർ തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു. വിശാലമായ തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ ചെറുപട്ടണങ്ങൾ, വളഞ്ഞുയർന്നും താഴ്ന്നും പോകുന്ന പാതകൾ, അനവധി ആഘോഷത്തിന് യോജിച്ച സൗകര്യങ്ങൾ എന്നിങ്ങനെ മൂന്നാർ ഏറെ ജനകീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. പുൽമേടുകളും ഷോലക്കാടുകളും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി ഒരുക്കുന്നത്. കേരള വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഷോലക്കാടായ പാമ്പാടും ഷോലയിലേക്കാണ് നമ്മുടെ ഈ യാത്ര. എൻ്റെ കൂടെ സുഹൃത്തും നമ്മുടെ MTI ക്ലബിൻ്റെ നെടുന്തൂണായ വിനീഷും ഉണ്ട്. അടുത്ത 3 ദിവസം നമ്മൾ ഈ കാട് വാഴാനെത്തുകയാണ്. നമ്മളെന്ന് പറയുമ്പോൾ മജസ്റ്റിക് എന്ന നമ്മുടെ ക്ലബിൻ്റെ 35 അംഗങ്ങൾ. വെളുപ്പിന് 4 മണിയോടെ നമ്മൾ വാടകയ്ക്കെടുത്തിരിക്കുന്ന ടൂറിസ്റ്റ് ബസ്സിൽ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും എത്തും മുൻപ് പാമ്പാടും ഷോലയിലെത്തി ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ മുൻപേയുള്ള ഈ യാത്ര. മൂന്നാർ സന്ദർശിക്കുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു അനുഭവമാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള പാതയിലൂടെയുള്ള യാത്ര. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം, മൂന്നാർ പോലുള്ള മലയോര പാതകളിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ കിട്ടിയ കാഴ്ച വീണ്ടും അല്പസമയത്തിന് ശേഷം പോലും നമ്മൾക്ക് കാണുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് കാൻവാസിൽ പ്രകൃതിയെ ചിത്രങ്ങൾ വരച്ചു വച്ചതുപോലെ നമ്മുടെ മുൻപിൽ തരുന്നത് ആകാശവും ആകാശത്തിലെ മേഘങ്ങളുമാണ്. കാറ്റിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങൾ ഇപ്പോഴും നമുക്കതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആക്കി തീർക്കുന്നു. പച്ച പുതച്ച മലനിരകൾക്കിടയിലൂടെ മാടുപ്പെട്ടി ഡാമും കുണ്ടള ഡാമും കടന്ന് ഭാഗ്യമുണ്ടെങ്കിൽ പുൽമേട്ടിലെ ആനക്കൂട്ടങ്ങളെയും കണ്ട് ടോപ്പ് സ്റ്റേഷനിലെത്തുന്ന ഈ യാത്ര ഏതൊരു പ്രകൃതി സ്നേഹിയായ സഞ്ചാരിയെയും ആകർഷിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രഭാതത്തിൽ തിരയിളക്കം ഏതുമില്ലാതെ ശാന്തമായി കിടക്കുന്ന കുണ്ടള ഡാമിൻ്റെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നീങ്ങി. ടോപ്പ് സ്റ്റേഷൻ അടുക്കും തോറും ഉയരവും അതോടൊപ്പം കാഴ്ചകളുടെ വർണ്ണങ്ങളും ഭംഗിയും കൂടിക്കൊണ്ടിരുന്നു. ടോപ്പ് സ്റ്റേഷൻ ജംഗ്ഷൻ പിന്നിട്ട് ഞങ്ങൾ പാമ്പാടും ഷോല വനത്തിലേക്കുള്ള പാതയിലേക്ക് എത്തി. ഇവിടേക്കുള്ള റോഡ് ഒരു അല്പം മോശമാണ്. ഞങ്ങൾ ചില മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തുന്നത്. അന്നുള്ളതിലും റോഡിൻ്റെ സ്ഥിതി ഒരു വ്യത്യാസവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വേഗം തന്നെ പാമ്പാടും ഷോല ചെക്ക് പോസ്റ്റിലെത്തി. നമുക്ക് പരിചയമുള്ള ആളുകളും കൂടാതെ നമ്മൾ ക്യാമ്പിനായി എത്തുന്നത് നേരത്തെ തന്നെ അവിടെ അറിയിച്ചിട്ടുള്ളതുമാണ്. ചെക്ക് പോസ്റ്റ് കടന്ന് വനത്തിലൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ വനത്തിൽ ഇരുണ്ട ഭാഗത്തുകൂടെ വണ്ടി ഓടിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ തുറന്ന പ്രദേശത്തേക്ക് എത്തുന്നു. അവിടെ പുൽമേടുകളും കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന മലനിരകളും നമ്മളെ പാമ്പാടും ഷോല ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടം സന്ദർശിക്കുന്ന യാത്രികരെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ പുൽമേട് കാണുമ്പോൾ ഇറങ്ങി നിന്നെന്ന് ഇവിടം ആസ്വദിക്കുവാൻ, ഒരു ഫോട്ടോ എടുക്കുവാൻ ആർക്കും ആഗ്രഹം തോന്നിയേക്കാം. എന്നാൽ അങ്ങേയറ്റം അപകടകരമായ സ്ഥലമാണിവിടം. ആനകൾ കുറവാണ്. പകരം ദിവസത്തിൽ എല്ലാ സമയവും ഇവിടെ കാട്ടുപോത്തുകൾ മേഞ്ഞു നടക്കും. അതുകൊണ്ട് ആരും ഇവിടെ ഇറങ്ങുവാൻ ശ്രമിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ പാമ്പാടും ഷോലയുടെ ഓല കെട്ടിയ കവാടം കടന്ന് ഞങ്ങൾ അവിടെയുള്ള നേച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിന് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങി. നമ്മുടെ സുഹൃത്തുക്കളായ
സുമേഷ്, ജ്യോതിഷ്, സുധീഷ് ഈ 3 പേരും ഞങ്ങൾക്ക് മുന്നമേ അവിടെ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം ഇവിടെ താമസിച്ചിരുന്ന കുറച്ച് ഹൈസ്കൂൾ കുട്ടികളും അവരുടെ അധ്യാപകരും തിരികെ പോകാനായി തയ്യാറായി നിൽക്കുന്നു. ട്രെക്കിങ്ങിന് പോയി അട്ടകടിച്ച അനുഭവങ്ങൾ ഒക്കെ സ്കൂൾ കുട്ടികൾ സന്തോഷത്തോടെ നമ്മളുമായി പങ്കുവച്ചു. ചെറിയ പ്രായത്തിൽ ഈ കാടിനെ അറിയുവാൻ ഇവിടെ എത്തി താമസിച്ച ആ കുട്ടികളും അവരുടെ അധ്യാപകരും മാതാപിതാക്കളും തീർച്ചയായും അനുമോദനം അർഹിക്കുന്നു. അകത്ത് കയറി ഞങ്ങൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കണ്ട് പരിചയം പുതുക്കി. അടുത്ത 3 ദിവസത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. എല്ലാവർക്കും താമസിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കി. ഇന്ന് ആദ്യം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ നമ്മുടെ അംഗങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും ഒരു ക്ലാസ് എടുത്തിട്ട് ഉച്ചഭക്ഷണത്തിന് ശേഷം ഇക്കോ റെസ്റ്റോറേഷൻ വർക്കുകൾക്കായി നമ്മൾ കഴിഞ്ഞ തവണ ജോലി ചെയ്ത പ്രദേശമായ പട്ടിയാങ്കിലേക്കാണ് പോകേണ്ടത്. വൈകിട്ട് 6 മണിയോടെ തിരിച്ചെത്താനാണ് തീരുമാനം. ഇരുൾ വീണതിന് ശേഷം ഈ വനത്തിൽ നമ്മൾ താമസ സ്ഥലത്തിന് വെളിയിലിറങ്ങുന്നത് സുരക്ഷിതമല്ല. നാളെ നമ്മൾക്കായി ക്രമീകരിച്ചിരിക്കുന്ന ജോലി അത്യാകർഷകരമായ ഒന്നാണ്. 1942 ഒരുപക്ഷെ ശത്രു രാജ്യങ്ങൾ ആക്രമിച്ചാൽ രക്ഷപ്പെടാനായി ബ്രിട്ടീഷുകാർ ഒരു രക്ഷാമാർഗമായി നിർമ്മിച്ച കൊടൈക്കനാൽ മൂന്നാർ റോഡിലേക്കാണ് നമുക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നത്. 16 കിലോമീറ്റർ ഇരുവശങ്ങളിലേക്കുമായി നടന്ന് ബന്ദർ എന്ന സ്ഥലത്തെത്തി അവിടെ ഇക്കോ റെസ്റ്റോറേഷൻ ജോലികളും ചെയ്യുവാനാണ് അനുവാദം. വനം വകുപ്പിന് മാത്രം പ്രവേശനമുള്ള ബന്ദറിലേക്ക് നമുക്ക് അനുവാദം കിട്ടിയതിൻ്റെ ആവേശത്തിലാണ് നമ്മളെല്ലാവരും. കേരള ഫോറസ്റ്റ് മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന്റെ കീഴിലുള്ള പാമ്പാടും ഷോലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. MTA വൈൽഡ് ലൈഫ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന എക്കോ റെസ്റ്റോറേഷൻ വർക്കുകൾ ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഞാനും മിനീഷും കൂടാതെ MTA വൈൽഡ് ലൈഫ് ക്ലബിന്റെ ഏകദേശം 35ഓളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ ബസ് ഇവിടെ എത്തുന്ന ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ബസ് ഇവിടെ എത്തുന്ന ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ബസ് എത്തി. എല്ലാവരും ഇറങ്ങി. ഈ തവണ വളരെയേറെ പുതിയ കൂട്ടുകാർ എത്തിയിരിക്കുന്നു. ആലുവയിൽ നിന്ന് തുടങ്ങിയ ബസ് യാത്ര എല്ലാവരെയും ഇപ്പോൾ തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെ പരിചയപ്പെടാൻ സഹായിച്ചിരിക്കുന്നു. കൂടെ ഓരോരുത്തരും പരസ്പരം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. മൊബൈൽ റേഞ്ച് കിട്ടുന്നുണ്ടോ? വല്ലപ്പോഴും ഫോൺ ചെയ്യുവാൻ മാത്രം ലഭിക്കുന്ന BSNL കണക്ഷൻ അല്ലാതെ ഈ വനത്തിൽ നെറ്റ്വർക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം എല്ലാവരും തമ്മിൽ ഒരു സൗഹൃദം പങ്കിടുവാൻ ഈ 3 ദിവസങ്ങളിൽ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. എല്ലാവരും ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും റേഞ്ച് ഓഫീസർ അരുൺ സാർ ക്ലാസ്സിന് തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ എല്ലാവർക്കും ഈ സ്ഥലത്തെക്കുറിച്ചും വട്ടവടയെക്കുറിച്ചും ഇവിടുള്ള ജീവജാലങ്ങളെക്കുറിച്ചും പുതിയ അറിവുകൾ പകർന്നു. ക്ലാസ്സിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചു. എന്നാൽ ഈ ക്ലാസ്സിനിടയ്ക്ക് വെച്ച് ഇവിടുള്ള കുസൃതിക്കുരുന്നുകളായ കുരങ്ങന്മാർ നമ്മളടുത്ത 3 ദിവസത്തേക്ക് നമുക്കായി വലിയ കാർഡ്ബോർഡ് ബോക്സിൽ കരുതിയിരുന്ന പഴങ്ങളും മറ്റു ലഘുഭക്ഷണങ്ങളും പൂർണ്ണമായി എടുത്തുകൊണ്ട് പോവുകയുണ്ടായി. ഭാഗ്യത്തിന് അട്ടയെ പ്രതിരോധിക്കുവാൻ കരുതിയിരുന്ന ഉപ്പ് ആ കുരങ്ങന്മാർ നമുക്കായി അവിടെ ഉപേക്ഷിച്ചിരുന്നു. സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് 1:30. അങ്ങ് മലയുടെ മേളിൽ മാത്രം വെയിലുണ്ട്. ബാക്കി നല്ല മേഘം, തണുപ്പ്, അടിപൊളി കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അടിപൊളി കാലാവസ്ഥ. പുട്ടും കടലയും പപ്പടവും ഇന്നത്തെ ബ്രഞ്ചാണ്. ക്ലാസ്സിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചു. സമയം പാഴാക്കാതെ പട്ടിയാങ്കലിലേക്ക് പോകാനായി ബസ്സിലേക്ക് നീങ്ങി.
പട്ടിയാങ്കലിലെത്തി എല്ലാവരും മലമുകളിലേക്ക് നടന്നു. മുകളിലെത്തി ഞങ്ങൾ കഴിഞ്ഞ തവണ അധിനിവേശ സസ്യങ്ങൾ വെട്ടി വൃത്തിയാക്കിയ പ്രദേശങ്ങളിൽ ഇപ്പോൾ മൂന്നാർ കുന്നുകളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങൾ വളർന്നു നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നി. നമ്മൾ കഴിഞ്ഞ തവണ വർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ തിരിക്കുകയാണ്. മുഴുവൻ പാറ്റലും ഇവിടുന്ന് വെട്ടിക്കളഞ്ഞാണ്. ഇപ്പോൾ നല്ല മരങ്ങൾ മാത്രം നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ടോ. കാശ്മീരാണോ നമ്മുടെ ഈ പാമ്പാടി ശാലയാണോ സൗന്ദര്യം? പറയൂ, കമൻറ്റ് ചെയ്യൂ. അവിടെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വർക്ക് തുടങ്ങി. പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും പണികൾ തുടങ്ങി. ഇത് കണ്ടോ, തേനീച്ച ഒരു കൂട്ടം പറന്നുപോയി. ഒച്ച കേട്ട് നോക്കിയപ്പോൾ ദേഹങ്ങ് പറന്നുപോയി എല്ലാം കൂടെ. ഈ ക്യാമ്പിൽ പങ്കെടുത്ത് ഇവിടെ വരുന്നവർക്ക് മാത്രം കാണാൻ കിട്ടുന്ന മൂന്നാറിലെ പാമ്പാടി ഷോല കാട്ടിന്റെ ഉൾക്കാട്ടിൽ നിന്ന് മലമുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇടയ്ക്ക് ഒരല്പം വിശ്രമിക്കുവാനായി എല്ലാവരും ഒരുമിച്ച് കൂടി. പുതിയ അംഗങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ചിലർ പാട്ടുപാടി. പിന്നെ അതിനകത്ത് ഓരോ ഗ്രൂപ്പിൽ പഴയ ഇവന്റ്സ് ഒക്കെ ഇട്ടപ്പോ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഗ്രൂപ്പ് ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ മഞ്ജു ചേച്ചിയോട് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികളാന്ന് ഷിബി പറഞ്ഞായിരുന്നു. കാട് വർക്കില് ഇതൊക്കെ അധികം ദൂരങ്ങളൊന്നും പോയിട്ടില്ല, കുറച്ച് യാത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. രാജ് സാർ ചേച്ചി പള്ളിയില് വന്നിട്ടുണ്ടായിരുന്നു ക്യാമ്പിന്. എന്തായാലും അടിപൊളിയാണ്. മാസം 12-ാം തീയതി ഞങ്ങൾ നേപ്പാളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലുണ്ട്. ഒരു സോളോ ട്രിപ്പിൽ പോകാനുള്ള തയ്യാറെടുപ്പിലുണ്ട്. എനിക്ക് തോന്നിയ ഒരു 11-12 ദിവസം മാറി പണി പാടുന്നില്ല. ഇവിടെ ഇതിനെ പോകുമ്പോൾ ഇതിനകത്ത് കയറണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. കേരള നാടിൻ്റെ പെരുമാ, കാടക പൊരുളിൻ്റെ തനിമാ, നാടിനുയിരിൻ പൊലിമാ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും
നമ്മളെ വൈൽഡ് ലൈഫ് ആൻഡ് നേച്ചർ ക്ലബിലെ ഓരോ അംഗങ്ങൾക്കും അഭിമാനിക്കാം. ഈ ഒരു ഭാഗം, അവിടെ താഴെ ആളുകൾ നിൽക്കുന്ന ആ ഭാഗം മുഴുവൻ നമ്മൾ കഴിഞ്ഞ തവണ ക്ലിയർ ചെയ്തതാണ്. മരങ്ങൾ വെട്ടിത്തെളിച്ച ഭാഗമാണ്. അതേപോലെ ഈ വലത് ഭാഗവും ഇപ്പോൾ ഇവിടെയുള്ള സാധാരണ മരങ്ങളാണ് വളർന്നു നിൽക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബാക്കി ലെൻറ്റാന, അതുകൂടാതെ വാറ്റൽ എല്ലാം വെട്ടിത്തെളിച്ച് ഇവിടെ നല്ല പുൽമേടാക്കി എടുത്തിരിക്കുന്നു. ഇന്ന് ദാ അവിടെ ഈ കാണുന്ന ഒരു വട്ടത്തിൽ ആ ഏരിയ ഇന്ന് നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർത്ത ആണ്. അവിടെ ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട്, പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും പണികൾ തുടർന്ന് വൈകിട്ട് 5 മണിയോടെ ഞങ്ങൾ തിരികെ താഴേക്ക് നടക്കുവാനായി തുടങ്ങി. ബസ് ഇറങ്ങിയ ഭാഗത്ത് തന്നെ അത് നമ്മൾക്കായി കാത്തു കിടപ്പുണ്ടായിരുന്നു. വളരെ ചുരുക്കം ആളുകൾ ബസ്സിൽ മടങ്ങിപ്പോയി. ബാക്കിയുള്ളവർ നടന്ന് കാഴ്ചകൾ കണ്ടുപോകുവാൻ തീരുമാനിച്ചു. പക്ഷികളുടെ പാട്ട് കേട്ടുകൊണ്ട് നിശബ്ദമായി വനത്തിലൂടെ നടക്കുവാൻ സാധിക്കുന്നത് ഒരു അവിസ്മരണീയ അനുഭവമാണ്. തിരികെ നമ്മൾ ക്യാമ്പിലെത്തിയപ്പോൾ നമ്മുടെ താമസ സ്ഥലത്ത് നിറയെ കാട്ടുപോത്തുകൾ മേഞ്ഞു നടക്കുന്നു. കരിങ്കരങ്ങുകൾ മരത്തിന് മുകളിലിരുന്ന് ശബ്ദമുണ്ടാക്കുന്നു. സാധാരണ കുരങ്ങന്മാർ നിലത്തുകൂടെ ഓടി നടക്കുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത കാഴ്ചകൾ. ചിലർ ഈ കാഴ്ചകൾ കണ്ടു നിന്നു. മറ്റു ചിലർ ആദ്യം തന്നെ കുളിച്ച് ഫ്രഷ് ആകുവാനായി അകത്തേക്ക് പോയി. പതിയെ ഇരുൾ വീഴുമ്പോൾ നമ്മുടെ മനസ്സ് നിറയെ നാളെ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന അമൂല്യമായ യാത്രയുടെ പ്രതീക്ഷകളായിരുന്നു. ആ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകൾക്കായി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുവാൻ മറക്കരുത്. താങ്ക് യു ആൻഡ് ബൈ.